നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫോർത്ത് മൊഡ്യൂൾ വരെയായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ പാരലൽ പ്രോസസ്സിങ്ങിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ളത് ഫിഫ്ത്ത് മൊഡ്യൂളാണ്. അതിനകത്ത് മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് പൈപ്പ് ലൈനിങ് ആണ്. ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് പോലെ നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ് പൈപ്പ് ലൈനിങ് എന്നുള്ള കാര്യം. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് ഈ മൊഡ്യൂളിനകത്ത് പഠിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നു പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞാൽ, നമ്മൾ വലിയൊരു സീക്വൻഷ്യൽ പ്രോസസ്സിനെ പല പല സബ് പ്രോസസ്സായിട്ട് ഡീകമ്പോസ് ചെയ്യുന്ന ഒരു ടെക്നിക്കിന് പറയുന്ന പേരാണ് പൈപ്പ് ലൈനിങ്. ഇപ്പോൾ പൈപ്പ് ലൈനിങ്ങും പാരലൽ പ്രോസസ്സിങ്ങും മാറിപ്പോകരുത്. പാരലൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻ്റ് ആയിട്ടുള്ള പല ഓപ്പറേഷൻസ് കൺകറൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സൈമൾട്ടേനിയസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് പാരലൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ. അതേസമയം പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സീക്വൻഷ്യൽ പ്രോസസ്സിനെ നമ്മൾ പല സബ് പ്രോസസ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അറ്റ് എ ടൈമിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുന്നതാണ് പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞാൽ. The term pipelining refers to a technique of decomposing a sequential process into sub-operations, with each sub-operation being executed in a dedicated segment that operates concurrently with all other segments. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? പൈപ്പ് ലൈനിങ്ങിനകത്ത് ഒരു വലിയ സീക്വൻഷ്യൽ പ്രോസസ്സിനെ നമ്മൾ പല സബ് ഓപ്പറേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ആ ഓരോ സബ് ഓപ്പറേഷൻ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സെഗ്മെന്റ് എന്ന്. ഓരോ പ്രോസസ്സുകളെയും നമ്മൾ സബായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ആ ഓരോ പാർട്ടിനും പറയുന്ന പേരാണ് സെഗ്മെന്റുകൾ എന്ന്. ആ സെഗ്മെന്റുകൾക്കകത്താണ് ഒറിജിനൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ആവുന്നത്. The most important characteristics of a pipeline technique is that several computations can be in progress in distinct segments at the same time. നമ്മൾ പറഞ്ഞു ഒരു സീക്വൻഷ്യൽ പ്രോസസ്സിനെയാണ് നമ്മൾ പല സബ് ഓപ്പറേഷൻസ് ആയിട്ട് അല്ലെങ്കിൽ പല സെഗ്മെന്റുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പൈപ്പ് ലൈനകത്ത് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സമയത്ത് തന്നെ ഒന്നിലധികം സെഗ്മെന്റുകളാണ് എക്സിക്യൂട്ട് ആവുന്നത്. The overlapping of computation is made possible by associating a register with each segment in the pipeline. ഇനി നമ്മൾ ഓരോ സെഗ്മെന്റിനകത്തു നിന്നും കിട്ടുന്ന ഔട്ട്പുട്ടുകളെ റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്? രജിസ്റ്റേഴ്സും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ രജിസ്റ്റർ കൂടാതെ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റും കൂടെയാണ് കോമ്പിനേഷണൽ സർക്യൂട്ട്. നമ്മൾ പറഞ്ഞു ഒരു ഓപ്പറേഷനെയാണ് നമ്മൾ പലതായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് സബായിട്ട് വന്നാലും അതിനകത്ത് ഓപ്പറേഷൻസ് തന്നെയാണല്ലോ പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ളത്. അപ്പം അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കോമ്പിനേഷണൽ സർക്യൂട്ടുകളാണ്. അതോടൊപ്പം തന്നെ നമ്മൾ രജിസ്റ്റേഴ്സും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഡേറ്റാനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഔട്ട്പുട്ടുകൾ റിസീവ് ചെയ്യുന്നതും ഇൻപുട്ടായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു എക്സാമ്പിൾ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. മൾട്ടിപ്ലിക്കേഷനും അഡീഷനും കൂടെ ഒരുമിച്ച് നടക്കുന്ന ഒരു പൈപ്പ് ലൈൻ പ്രോസസ്സിനെ പറ്റിയാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ ഇതാണ്: AI into BI plus CI for I equal to 1 to 7. ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ എന്താണ്? അല്ലെങ്കിൽ ഒരു സീക്വൻഷ്യൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എയുടെയും ബിയുടെയും വാല്യൂസ് കിട്ടുന്നതിനെ സിയുടെ വാല്യൂ കൊണ്ട് ആഡ് ചെയ്യുക. എയുടെയും ബിയുടെയും പ്രൊഡക്റ്റിനെ സിയുടെ വാല്യൂ കൊണ്ട് ആഡ് ചെയ്യുന്നതാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ. നമ്മളതിനെ പൈപ്പ് ലൈൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു ഒറ്റ ഓപ്പറേഷനെ നമ്മൾ പല സബ് ഓപ്പറേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് പല സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ഓരോ സെഗ്മെന്റുകളും നമ്മൾ കൺകറന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ ഇതിനെ എങ്ങനെയാണ് സബ് ഓപ്പറേഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് താഴെ തന്നിരിക്കുന്നത്. നോക്കിയേ, നമ്മളിവിടെ ഒന്നാമത്തെ സെഗ്മെന്റിനകത്ത് AI-യുടെ വാല്യൂവും BI-യുടെ വാല്യൂവും ലോഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റിസീവ് ചെയ്യാൻ വേണ്ടി രണ്ട് രജിസ്റ്റേഴ്സിനെ യൂസ് ചെയ്തിരിക്കുന്നു. R1 എന്നും R2 എന്നും പറയുന്നത്. രണ്ടാമത്തെ സെക്ഷനകത്ത് നോക്കിയേ, R1-നകത്തും R2-നകത്തും ആരുടെ വാല്യൂ ഉണ്ട്? എയുടെയും ബിയുടെയും വാല്യൂസ് ഉണ്ട്. അപ്പൊ R1-ന്റെയും R2-ന്റെയും വാല്യൂയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ R3 എന്ന് പറയുന്ന ഒരു രജിസ്റ്ററിലോട്ട് അതിന്റെ വാല്യൂ അല്ലെങ്കിൽ ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ എന്തും കൂടെ ചെയ്യുന്നു? C എന്ന് പറയുന്ന ഒരു മൂന്നാമത്തെ ഓപ്പറാൻഡിന്റെ വാല്യൂ നമ്മൾ R4 എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുകയും കൂടെ ചെയ്യുന്നു. അതുകൂടാതെ അടുത്ത സെഗ്മെന്റിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? R3-യുടെയും R4-ന്റെയും വാല്യൂയും കൂടെ ആഡ് ചെയ്ത് നമ്മൾ R5-ലോട്ട് കൊടുക്കുന്നു. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇവിടെ നേരത്തെ കണ്ട ഓപ്പറേഷനെ പല സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആദ്യമേ നമ്മൾ എക്കും ബിക്കും വാല്യൂവിനെ റീഡ് ചെയ്യുന്നു. രണ്ടാമത് നമ്മൾ എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ കൂടെ തന്നെ നമ്മൾ സിയുടെ വാല്യൂ കൂടെ ലോഡ് ചെയ്യുന്നു. മൂന്നാമത്തെ സെഗ്മെന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ മൾട്ടിപ്ലൈ ചെയ്ത റിസൾട്ടിന്റെ കൂടെ സിയുടെ വാല്യൂ ആഡ് ചെയ്യുന്നു. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡയഗ്രാം ആണ് താഴെ തന്നിരിക്കുന്നത്.
ഓക്കെ, ഇതാണ് ഡയഗ്രാം. അപ്പൊ ആദ്യമത്തെ എന്താ ചെയ്യുന്നത് നോക്കിയേ, AI BI, എയുടെയും ബിയുടെയും വാല്യൂ ആദ്യത്തെ ഒരു സമയത്ത് R1 എന്നും R2 എന്നും പറഞ്ഞ രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യിപ്പിക്കുന്നു. അതിനുശേഷം മൾട്ടിപ്ലയർ എന്ന് പറയുന്ന നമ്മുടെ കോമ്പിനേഷൻ സർക്യൂട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ R1ന്റെ R2ന്റെയും കൂടെ വാല്യൂ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ആർക്ക് കൊടുക്കുന്നു, R3ക്ക് കൊടുക്കുന്നു. ആ R3ക്ക് വാല്യൂ കൊടുക്കുന്ന സമയത്ത് തന്നെ എന്തും കൂടെ ചെയ്യുന്നു, C എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ R4 എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുന്നു. ഇനി ആ സമയത്ത് തന്നെ ഈ ലോഡ് ചെയ്ത് കിട്ടുന്ന ആ സമയത്ത് തന്നെ നമ്മൾ എന്തും കൂടെ ചെയ്യുന്നു, R3യുടെയും R4ന്റെയും വാല്യൂയും കൂടെ നമ്മൾ കോമ്പിനേഷൻ സർക്യൂട്ടായ ആർഡറിലോട്ട് കൊടുക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമ്മുടെ R5 എന്ന് പറയുന്ന രജിസ്റ്ററിനകത്ത് കിട്ടുന്നു. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഓപ്പറേഷനെ പൈപ്പ് ലൈൻ എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനൊരു എക്സ്പ്ലനേഷൻ ആണ് ഈ തന്നിരിക്കുന്നത് കേട്ടോ, അത് നിങ്ങൾ വായിച്ചു നോക്കുക. ഇനി ഈ തന്നിരിക്കുന്നത് ക്ലിയർ ആണെന്നറിയില്ല, ഇത് തന്നിരിക്കുന്നത് നമ്മളെ ഈ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴുള്ള നമ്മുടെ രജിസ്റ്ററിനകത്തെ കണ്ടന്റുകളാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു ഓപ്പറേഷനെ തന്നെ പല സെഗ്മെന്റ് ആയിട്ട് നടത്തുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണെങ്കിലും ഒരു ടൈം വരുമല്ലോ. അപ്പൊ നമ്മളിവിടെ ക്ലോക്ക് പൾസിന്റെ ബേസിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 3 സെഗ്മെന്റുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷനായിട്ട് വേണ്ടി വന്നിരിക്കുന്നത്. ഒന്നാമത്തെ സെഗ്മെന്റിനകത്ത് നമ്മൾ R1ന്റെ R2ന്റെ വാല്യൂ റീഡ് ചെയ്യിപ്പിക്കുന്നു അല്ലെങ്കിൽ ലോഡ് ചെയ്തെടുക്കുന്നു. രണ്ടാമത്തെ സെഗ്മെന്റിനകത്ത് നമ്മൾ R1ഉം R2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് R3ലോട്ട് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ സിയുടെ വാല്യൂ R4ലോട്ട് ലോഡ് ചെയ്യിക്കുന്നു. ഏറ്റവും ലാസ്റ്റ് സെഗ്മെന്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, റിസൾട്ട് ഫൈനൽ ആയിട്ടുള്ള റിസൾട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇപ്പൊ ഇവിടെ ക്ലോക്ക് പൾസും കൂടെ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ നടക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ക്ലോക്ക് പൾസ് അല്ലെങ്കിൽ ഒന്നാമത്തെ സെക്കൻഡിനകത്ത് നടക്കുന്ന കാര്യം എന്താണ്, എയുടെയും ബിയുടെയും വാല്യൂ R1 R2ലോട്ട് ലോഡ് ചെയ്യിപ്പിക്കുന്നു. രണ്ടാമത്തെ സെക്കൻഡിൽ നടക്കുന്ന കാര്യം എന്താണ്, രണ്ടാമത്തെ എയുടെയും ബിയുടെയും വാല്യൂ നമ്മൾ R1 R2ലോട്ട് ലോഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ എന്തും കൂടെ ചെയ്യുന്നു, ആദ്യമായിട്ട് എയ്ക്കും ബിക്കും കിട്ടിയ വാല്യൂ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ എന്ന് പറയുന്ന അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ സിയുടെ വാല്യൂ അടുത്ത രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ സെക്കൻഡിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ രണ്ടാമത്തെ ക്ലോക്ക് പൾസിനകത്ത് നടക്കുന്ന കാര്യം. ഇനി മൂന്നാമത്തെ ക്ലോക്ക് പൾസ് ആയപ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു, എയ്ക്കും ബിക്കുമുള്ള മൂന്നാമത്തെ പുതിയ വാല്യൂ ലോഡ് ചെയ്യിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ R3ലോട്ട് രണ്ടാമത്തെ എയുടെയും ബിയുടെയും വാല്യൂ വെച്ച് R3യുടെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നു. അതോടൊപ്പം തന്നെ R4ലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സിയുടെ പുതിയ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഇനി ആ സെക്കൻഡിൽ തന്നെ നമ്മൾ എന്തും കൂടെ ചെയ്യുന്നു, ഒന്നാമത്തെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും കൂടെ ചെയ്യുന്നു. അതായത് എയുടെയും ബിയുടെയും ഒന്നാമത്തെ വാല്യൂവും അതോടൊപ്പം തന്നെ സിയുടെ വാല്യൂവും കൂടെ ഒന്നാമത്തെ വാല്യൂവും കൂടെ ആഡ് ചെയ്ത് നമ്മൾ റിസൾട്ടും കൂടെ കണ്ടുപിടിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഓരോ സെക്കൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇവിടെ 9 ക്ലോക്ക് പൾസിലാണ് ഈ ഓപ്പറേഷൻസ് തീരാൻ വേണ്ടി എടുക്കുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ കൂടെ തന്നെ വരുന്ന ഒരു സബ് ഹെഡിങ് ആണ് ജനറൽ കൺസിഡറേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പൈപ്പ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട സ്പേസ് ടൈം ഡയഗ്രാം ആണ്. സ്പേസ് ടൈം ഡയഗ്രാം ഇത് പഠിക്കേണ്ടതാണ് കേട്ടോ. സ്പേസ് ടൈം ഡയഗ്രാം താഴെ തന്നിട്ടുള്ള ഡയഗ്രാം എന്താന്നുള്ള കാര്യം. ഇതാണ് സ്പേസ് ടൈം ഡയഗ്രാം ഫോർ പൈപ്പ് ലൈൻ. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4 സെഗ്മെന്റുകളുള്ള ഒരു പൈപ്പ് ലൈൻ പ്രോസസ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കി വെർട്ടിക്കൽ ആയിട്ട് തന്നിരിക്കുന്നത് സെഗ്മെന്റുകളുടെ എണ്ണവും അതോടൊപ്പം തന്നെ ഹൊറിസോണ്ടൽ ആയിട്ട് തന്നിരിക്കുന്നത് ക്ലോക്ക് സൈക്കിൾസിന്റെ എണ്ണവുമാണ്. അപ്പൊ ഇവിടെ 9 ക്ലോക്ക് സൈക്കിൾസും അതുപോലെ തന്നെ 4 സെഗ്മെന്റുകളുമുള്ള ഒരു ഓപ്പറേഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെയാണ് ഡയഗ്രാം തന്നിരിക്കുന്നത്. ഇനി T1, T2, T3, T4, T5 ആൻഡ് T6 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ടാസ്കുകളാണ്. ടാസ്കുകൾ ഓരോ സെഗ്മെന്റിനകത്ത് നടക്കുന്ന ഓപ്പറേഷൻസിനെയാണ് നമ്മൾ ടാസ്ക് എന്ന് പറയുന്നത്. ഓരോ സെഗ്മെന്റിനകത്തെയും ഓവറോൾ ഓപ്പറേഷനെയാണ് നമ്മൾ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ സെഗ്മെന്റിനും നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ടാസ്കിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 6 എണ്ണമാണ് ഇവിടെ. അപ്പൊ ഇവിടെ ആ ഒരു ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് 6 ടാസ്കായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് മാത്രം. നമുക്ക് കിട്ടുന്ന ഓപ്പറേഷൻ അനുസരിച്ച് ടാസ്കുകളുടെ എണ്ണം കൂടുകയും കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ സെഗ്മെന്റുകളുടെ എണ്ണവും കൂടുകയും കുറയുകയും ചെയ്യും. ക്ലോക്ക് പൾസും വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ ഓരോ സെഗ്മെന്റുകൾക്കും 4 സെഗ്മെന്റുകളായിട്ടാണ് നമ്മൾ ഒരു ഓപ്പറേഷൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോ സെഗ്മെന്റുകൾക്കും 6 ടാസ്ക് വെച്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ടോട്ടലായിട്ട് എടുത്ത് ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന ക്ലോക്ക് സൈക്കിൾ എന്ന് പറഞ്ഞ എത്രയാണ്? 9 ക്ലോക്ക് സൈക്കിൾ ആണ് വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്ലോക്ക് സൈക്കിളിന്റെ നോക്കി, ഒന്നാമത്തെ സെഗ്മെന്റിന്റെ ഒന്നാമത്തെ ടാസ്ക് ആണ് എക്സിക്യൂട്ട് ആവുന്നത്. രണ്ടാമത്തെ ക്ലോക്ക് പൾസ് ആയപ്പോഴത്തേക്കുമോ ഒന്നാമത്തെ സെഗ്മെന്റിന്റെ രണ്ടാമത്തെ ടാസ്കും അതോടൊപ്പം തന്നെ രണ്ടാമത്തെ സെഗ്മെന്റിന്റെ ഒന്നാമത്തെ ടാസ്കും കൂടെ എക്സിക്യൂട്ട് ആവുന്നു. ഇനി അടുത്ത ക്ലോക്ക് പൾസ് ആയപ്പോഴോ, മൂന്നാമത്തെ ക്ലോക്ക് പൾസ് ആയപ്പോഴോ ഒന്നാമത്തെ സെഗ്മെന്റിന്റെ മൂന്നാമത്തെ ടാസ്കും അതോടൊപ്പം തന്നെ രണ്ടാമത്തെ സെഗ്മെന്റിന്റെ രണ്ടാമത്തെ ടാസ്കും മൂന്നാമത്തെ സെഗ്മെന്റിന്റെ ഒന്നാമത്തെ ടാസ്കും എക്സിക്യൂട്ട് ആയി. അപ്പൊ അങ്ങനെയാണ് ഇവിടെ സ്പേസ് ടൈം ഡയഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഇതേ സമയത്ത് നമ്മുടെ പാരലൽ പ്രോസസ്സിംഗ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും വർക്ക് ആവുന്നത്? അവിടെ ഒരു പ്രോസസ്സിനെ അല്ല പലതായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, 4 ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് അവിടെ പെർഫോം ചെയ്യുന്നത്. ഒന്നാമത്തെ സെക്കൻഡ് തന്നെ ആ 4 ഓപ്പറേഷൻസും കൂടെ ഒരുമിച്ചായിരിക്കും അവിടെ എക്സിക്യൂട്ട് ആവുന്നത്. അതാണ് പാരലൽ പ്രോസസ്സിംഗും പൈപ്പ് ലൈനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി തന്നിരിക്കുന്ന ഒരു ഇക്വേഷൻ നോക്കുക. ഇവിടെ കെ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സെഗ്മെന്റ്സും എൻ എന്ന് പറയുന്നത് ടോട്ടൽ ടാസ്കുകളുടെ എണ്ണവും ഇനി ടി എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ക്ലോക്ക് സൈക്കിൾസുമാണ്. ഇവിടെ എൻ ഇൻറ്റു ടി എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് നോൺ പൈപ്പ് ലൈൻ ആണെങ്കിൽ നോൺ പൈപ്പ് ലൈനിൽ കൂടെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഓപ്പറേഷന്റെ സ്പീഡിനാണ് തന്നിരിക്കുന്നത്. ഈ താഴെ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പൈപ്പ് ലൈൻ യൂസ് ചെയ്ത് ഒരു ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്ത് തീരാൻ വേണ്ടി എടുക്കുന്ന ഒരു ടൈമാണ് തന്നിരിക്കുന്നത്. K+n-1 ഇൻറ്റു ടി പി എന്ന് പറയുന്നത്. അപ്പൊ ഈ എസ് എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത് റേഷ്യോ ആണ്, സ്പീഡ് റേഷ്യോ ആണ്. അതായത് പൈപ്പ് ലൈൻ നോൺ പൈപ്പ് ലൈൻ പ്രോസസ്സും പൈപ്പ് ലൈൻ പ്രോസസ്സും തമ്മിൽ എക്സിക്യൂട്ട് ചെയ്ത് എടുക്കുന്നതിന്റെ ഒരു ഡിഫറൻസ് ആണ് തന്നിരിക്കുന്നത്. ആ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ഈ താഴെ തന്നിരിക്കുന്നത് അടുത്തൊരു ഡയഗ്രമാണ്. നമ്മുടെ 4 സെഗ്മെന്റുകളുള്ള പൈപ്പ് ലൈനിന്റെ ഒരു ജനറൽ സ്ട്രക്ചർ ആണ് തന്നിരിക്കുന്നത്. ഈ ഫിഗറും പഠിക്കേണ്ടതാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ നോക്കിയേ, സെഗ്മെന്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ S1, S2, S3, S4 എന്ന് പറയുന്നത് സെഗ്മെന്റുകളും R1, R2, R3, R4 എന്ന് പറയുന്നത് രജിസ്റ്റേഴ്സുമാണ്. പിന്നെ ക്ലോക്ക് പൾസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ആരോ മാർക്കോട് കൂടി കൊടുത്തിരിക്കുന്ന ക്ലോക്ക് പൾസുകളാണ്. ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുന്നതാണ് കൊടുത്തിരിക്കുന്നത്. 4 ക്ലോക്ക് പൾസുകൾ അപ്ലൈ ചെയ്യുന്നവരെയാണ് നമ്മളുടെ പ്രോസസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഡയഗ്രാം കൂടെ ജനറൽ സ്ട്രക്ചറും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഇനി തന്നിരിക്കുന്നത് നമ്മൾ മെയിൻ ആയിട്ടും പൈപ്പ് ലൈനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് രണ്ടായിട്ടാണ്. അരിത്തമെറ്റിക് പൈപ്പ് ലൈൻ എന്നും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ എന്നുമാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ അരിത്തമെറ്റിക് പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷനെ പല സബ് ഓപ്പറേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ള രീതിയാണ് അരിത്തമെറ്റിക് പൈപ്പ് ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതേസമയം ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ ആണെങ്കിലോ നമുക്കറിയാം, ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അത് പല ഫേസിൽ കൂടെ കടന്നു പോകണം. ഫെച്ചിങ്, ഡീകോഡ്, എക്സിക്യൂട്ട് എന്നൊക്കെ പറയുന്ന പല ഫേസിൽ കൂടെ കടന്നു പോകണം. അപ്പൊ അങ്ങനെയുള്ള സബ് ഓപ്പറേഷൻസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതാണ് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഈ രണ്ടുമാണ് ഇനി അടുത്തായിട്ട് വരുന്ന മെയിൻ ആയിട്ടുള്ള ടോപ്പിക്ക്. അത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിനകത്ത് പഠിക്കാം.